ഇനി അടുത്തത് ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ആണ്. തുടക്കത്തിൽ, അതായത് ഒരു HIV ഇൻഫെക്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ തുടക്കത്തിൽ കാണുന്ന സിംറ്റംസാ. പനി വന്നോലുണ്ടോ? വൈറൽ പനി വന്നോലുണ്ടോ? സാധാ വൈറൽ പനി വന്നോല്? എപ്പോഴെങ്കിലൊക്കെ പനി വന്നോലുണ്ടോ ജീവിതത്തില്? ഇല്ല, ആർക്കും പനി വരില്ലേ? ഓക്കെ, ഒന്ന് സൂക്ഷിച്ചു നോക്കി ഉണ്ണ അവിടെ. പനി, തൊണ്ടവേദന, ശരീരവേദന. ഇപ്പൊ പനിയില്ല ആരെങ്കിലും ഉണ്ടോ? പടച്ചോനെ എയ്ഡ്സ് ആണോ? അങ്ങനെയൊന്നും വേണ്ട, മനസ്സിലാവണ്ട. അതായത് ഇതിന്റെ തുടക്കത്തിൽ കാണുന്ന ലക്ഷണം, നമുക്കൊരു ഇൻഫെക്ഷൻ കിട്ടിയാൽ നമ്മളെ ശരീരം പ്രതിരോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണത്. അപ്പൊ ആ സമയത്ത് ഏർലി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക പനി, തൊണ്ടവേദന, ശരീരത്തിൽ ചെറിയ ചെറിയ കുരുക്കൾ വരിക, പിന്നെ ക്ഷീണം, ഇങ്ങനത്തെ പല ലക്ഷണങ്ങളും നമ്മൾ കാണാം. അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ അറിഞ്ഞു കഴിഞ്ഞാലും ഇമ്പോർട്ടൻസ് ഉണ്ട്, ഞാനത് പറഞ്ഞുതരാം. ചിലപ്പോൾ നമ്മൾ അങ്ങനെ പെട്ടുപോകുന്ന ആളുകളൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് തുടക്കത്തിൽ കാണുന്ന സിംറ്റം. ആദ്യം അത് മെല്ലെ മെല്ലെ നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടി ഒരു 10 വർഷത്തോളം സുഖജീവിതമായിട്ട് ജീവിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? മറ്റു ലക്ഷണങ്ങളായിട്ട് മാറും അത്. അപ്പൊ സിവിയർ കേസിൽ നമുക്ക് ലോങ് ടേം സിംറ്റം എന്തൊക്കെയുണ്ട്? വെയിറ്റ് ലോസ്, നല്ല ശരീരമൊക്കെ മെലിഞ്ഞ് മറ്റേ ക്രാഷ് ഡയറ്റും അങ്ങനത്തെ ഡയറ്റൊക്കെ എടുത്ത് നമ്മൾ പറ്റ മെലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ദീപിക പടുക്കോണിനെ പോലൊക്കെ ആവണമെന്ന് പറയും ചിലവര്. അല്ല, അതിങ്ങനെ പല ആവശ്യങ്ങളാ പേഷ്യൻസിന് ഉണ്ടാവുക. മെലിയണം, തടിക്കണം, പല ആവശ്യങ്ങൾ പറയും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ലോസ് വരാം. ഇടക്കിടക്ക് വരുന്ന പനികള്, നൈറ്റ് സ്വെറ്റ് എന്ന് പറയുമ്പോൾ രാത്രിയിൽ നമ്മൾ കൂടുതലായിട്ട് വേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഡയേറിയ, അതുപോലെ നമ്മളെ വായന്റെ ഉള്ളില് ചെറിയ ചെറിയ വൈറ്റ് പൂപ്പലുകൾ വരിക. ഇവിടെ ഈ ഭാഗത്തൊക്കെ വെള്ള കളറിലെ പൂപ്പൽ വരിക. അത് നിങ്ങൾ പുകവലിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. പുകവലിക്കുന്നവരുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പുകവലിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ വായന്റെ ഉള്ളിൽ നിങ്ങൾ വൈറ്റ് ട്രഷ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യാം, അതൊരു പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അത് ക്യാൻസർ ആയിട്ട് മാറാം കേട്ടോ. പുകവലിക്കുന്ന ആളുകളും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ HIV ഇങ്ങനെ വായന്റെ ഉള്ളിൽ പൂപ്പൽ പോലെ വെള്ള കളർ സാധനം വരുന്നുണ്ടെന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെയാണ് വർഷങ്ങൾ എടുത്തു വരിക. അത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ പ്രതിരോധത്തിന് ഫുള്ളായിട്ട് അങ്ങ് തീർത്ത് എന്റെ ലാസ്റ്റ് സ്റ്റേജ് നിങ്ങൾ കണ്ടോ? ലാസ്റ്റ് സ്റ്റേജ് എങ്ങനെയുണ്ട്? പേടിപ്പിരിക്കുന്ന ലാസ്റ്റത്തെ ടെറർ സ്റ്റേജ്. അവിടെ എത്തുമ്പോഴത്തേന് എന്താ സംഭവിക്കുക? നമ്മളെ പ്രതിരോധം ഫുള്ള് കുറഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഒരു അസുഖം വന്ന് നമ്മൾ ഇന്നാലില്ല സുഖായി. അപ്പോ ക്യാൻസറോ അതല്ലെങ്കിൽ ഏതെങ്കിലും രോഗമോ ആ സമയത്ത് വരിക. എയ്ഡ്സിനെ കൊണ്ടല്ല മരണപ്പെടുക, വേറൊരു രോഗം വന്ന്, കാരണം പ്രതിരോധം കുറഞ്ഞിരിക്കല്ലേ. ഇപ്പൊ നമ്മൾ എന്താ ഇങ്ങനെ നടക്കുന്നത്? എപ്പോഴെങ്കിലൊക്കെ ഒരു രോഗാണു ഇവിടെ പോകുമ്പോൾ ഒരു ഹായ് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അത്രയും സമയം നമ്മളെ ബോഡി അതിനങ്ങനെ ഷീൽഡ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതല്ല നമുക്ക് HIV ഉണ്ടായി കഴിഞ്ഞാൽ. ഏത് രോഗവും മിനിറ്റിനെ കൊണ്ട് നമുക്ക് ഇങ്ങനെ വരാം. ഏത് രോഗം മിനിറ്റിനെ കൊണ്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിന്റെ അവസാനത്തിൽ നമ്മൾ മരിച്ചു പോകാം. ഇതാണ് ഇതിന്റെ കേസിലൊക്കെ കാണാറുള്ളത്. ഇനി പ്രിവെൻഷൻ, ഇവിടെയാണല്ലോ പ്രധാനപ്പെട്ട പാർട്ട്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അല്ലെ? രോഗം പ്രതിരോധിക്കുന്നതാണ് ഒരു രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനാളും നല്ലത് എന്നാ പറയാ, അല്ലെ? അപ്പൊ ഇവിടെ എന്താ നോക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ പ്രിവെന്റ് ചെയ്യേണ്ടത്? യൂസ് കോണ്ടംസ്. കൃത്യമായിട്ട് കോണ്ടം ഉപയോഗിക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹെൽമെറ്റ് ഉപയോഗിക്കുക. എന്തിനാ? ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ തല പോവാക്കാൻ വേണ്ടിയിട്ട്. തല ഉണ്ടെങ്കിലുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യം, അല്ലെ? ഈ അധിക അപകടത്തിലും എന്താ സംഭവിക്കാറുള്ളത്? ബ്രെയിൻ ഇഞ്ചുറി സംഭവിച്ച ആൾ മരിച്ചു പോകാൻ സംഭവിക്കാറുള്ളത്. കയ്യിനും കാലിനൊക്കെ എന്ത് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്ത് വരാം. പക്ഷെ ബ്രെയിനിന് അങ്ങനെയല്ല സംഭവിക്കുക. അപ്പോൾ അതൊരു ഹെൽമെറ്റ് പോലെ തന്നെയാണ്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കുക. അപ്പോ നിങ്ങൾ അറിയാത്തൊരു പാർട്ട്ണറുമായിട്ടാണ് സെക്സ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റി ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ഉപയോഗിച്ചിരിക്കണം? കോണ്ടം ഉപയോഗിച്ചിരിക്കണം. അതിൽ ഇഷ്ടപ്പെട്ട ഫ്ലേവറുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആ. സ്ട്രോബെറി, ചോക്ലേറ്റ്, മിന്റ്, ഏതൊക്കെ വേണം അതൊക്കെ ഉണ്ടെന്നാണ് ദുനിയാവിൽ. ഓറഞ്ച്, വാനില്ല, എല്ലാം അവൈലബിൾ ആട്ടോ മാർക്കറ്റിൽ. എല്ലാ സാധനവും മാർക്കറ്റിൽ അവൈലബിൾ ആ. അല്ലല്ല, എല്ലാം ഉണ്ട്, എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആ. മനസ്സിലാവുന്നുണ്ട്? എല്ലാ സാധനവും മാർക്കറ്റിലുണ്ട്. അപ്പോ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി ആദ്യം തന്നെ അങ്ങനത്തെ പരിപാടിക്ക് പോവാതിരിക്കുക. സപ്പോസ് ജീവിതമാണ്, എവിടെയാണോ നമുക്ക് ബെല്ലും ബ്രേക്കൊക്കെ നഷ്ടപ്പെടാന്ന് അറിയില്ല, അവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് കരുതൽ വേണം. അടുത്തതായിട്ടുള്ളത് ഗെറ്റ് ടെസ്റ്റഡ് റെഗുലർലി. അതായത് സംശയം തോന്നിക്കഴിഞ്ഞാൽ വെച്ചോണ്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല, പോയി ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പൊ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി ടെസ്റ്റ് ചെയ്യുക കേട്ടോ. അതാണ് എല്ലാം നമ്മളെ
മെഡിക്കൽ കോളേജിലൊക്കെ ഇത് ഫ്രീ ആണ് ടെസ്റ്റിങ്. പിന്നെ ടെസ്റ്റ് കിറ്റ് അവൈലബിൾ ആണ്, അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ എല്ലാ പരിപാടികളും ഒഴിവാക്കുക. ഈ വേണ്ടാത്ത ഡ്രഗ് ഉപയോഗിക്കല്, അതല്ലെങ്കിൽ അങ്ങനത്തെ ജീവിതമാണ് ലഹരി എന്ന് മനസ്സിലാക്കുക. ജീവിതമാണ് ലഹരി. ആ ജീവിതത്തിൽ നമ്മൾ സക്സീഡ് ആവുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോള്. മനസ്സിലാവുന്നുണ്ട്? നമ്മളിങ്ങനെ ലേസി ആയിട്ടും മടിയായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ജീവിതം എങ്ങനെയാണ് പോവും, ആരും ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഓക്കെ, നിങ്ങൾക്കൊക്കെ എന്താ ഇപ്പൊ നിങ്ങള് അധികം ആളുകളും ഡിപ്പെൻഡന്റ് ആണ്. ഡിപ്പെൻഡന്റ് എന്ന് പറയുമ്പോൾ ആദ്യം ആരോട് ചോദിക്കും? ഇപ്പാനോട് ചോദിക്കും. ഇപ്പ ഒരു സാരി, ഒരു ഫോണ്, ഒരു ഐഫോണ്, ഒരു ഇത്, അതാണോ ചെയ്യണത്? അതേസമയം കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവരെന്താ സംഭവിക്കും? കുറച്ച് കഴിഞ്ഞാൽ ഭർത്താവിന്റെ അടുത്ത് എന്നും അടിമകളേക്കാരം. ഈ കാലിന്റെ ചോട്ടിൽ ഞങ്ങൾ ഇട്ടിട്ട് കണ്ടല്ലോ ചാവിട്ടി ഇങ്ങനെ നേരക്കും. കഞ്ചാൻ പഠിച്ചോളി എന്നാ ഞാൻ പറയാം നന്നായിട്ട്. അമ്മ തായേ വേണോ വേണോന്നാ ഞാൻ ചോദിക്കേണ്ടത്. ഇരുന്ന് പഠിച്ചോ. ഇവലൊക്കെ പറയുന്നത് വേദവാക്യാണ്. ഇപ്പൊ ഞാൻ കോളേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്ത് തേങ്ങ ഇയാൾ ഈ പറയുന്നത്, കോളേജ് കഴിയുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഇത്രയും തോനെ പുച്ഛം കിട്ടാൻ പോകുന്നത് വേറെ ഊടില്ല. നിങ്ങൾ ഓർത്ത് വെച്ചോ. ആദ്യം കടം വാങ്ങി മുടിയും. ഇല്ല ഫ്രണ്ട്സിനൊക്കെ വെറുപ്പിക്കും കടം വാങ്ങിയിട്ട്. അത് കഴിഞ്ഞാൽ പെരയിൽ ഇപ്പാക്ക് വില ഉണ്ടാവില്ല, ഉമ്മാക്ക് വില ഉണ്ടാവില്ല. കല്യാണം നോക്കി ചെന്നാലോ പെണ്ണും കിട്ടൂല. ഓന പെണ്ണൊക്കെ ഇട്ടിച്ചൊന്ന് പോയിക്കാടുന്നു. പെണ്ണും കിട്ടൂല. ശരിയാണോ? ഒരാൾക്കും ഒരു വിലയില്ലാതെ ജീവിക്കണോ? മാറണമെങ്കിൽ പഠിത്താണ് നമ്മളെ കയ്യിലില്ലായത്. അല്ലെങ്കിൽ നന്നായിട്ട് ബിസിനസ് അറിയണം. ബിസിനസ് അറിഞ്ഞാൽ ഓക്കെ. ഒന്നും അറിയാതെ ഇപ്പൊ ഇങ്ങനെ സുഖിച്ച് ആ മൂടലൊക്കെ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങി തൂങ്ങി പോയി കഴിഞ്ഞാൽ നാളെ എണ്ണി വെച്ചോ. ഞാനാ പറയണേ, ജീവിതം കൊണ്ട് ഒക്കെ ഇങ്ങനെ വരും പാഠങ്ങൾ. ചേഞ്ച് നിങ്ങൾ ഇപ്പൊ ആലോചിച്ചോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രിവെൻഷൻ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. അപ്പൊ ഇത് ഉള്ളിൽ വേണം, എപ്പോഴും ഉള്ളിൽ വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.